Good morning to all. Today we are going to study the poem from the textbook Sparsh Bhaga 8. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ രണ്ട് പാർട്ടുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആദ്യത്തേത് ഗദ്യഖണ്ഡെന്നും രണ്ടാമത്തേത് കാവ്യഖണ്ഡെന്നും. ഫസ്റ്റ് ഗദ്യഖണ്ഡ് കണ്ടോ, ഗദ്യഖണ്ഡും ഉണ്ട്, രണ്ടാമത്തേത് കാവ്യഖണ്ഡും ഉണ്ട്. നമ്മൾ ഈ ഗദ്യഖണ്ഡിൽ നിന്ന് നമ്മളൊരു പാഠം പഠിച്ചു. ഏതായിരുന്നു ആ പാഠം? ദുഃഖ് കാ അധികാർ എന്ന പാഠം പഠിച്ചു. നമ്മൾ ഈ കാവ്യഖണ്ഡ് എന്ന ഭാഗത്ത് നിന്ന് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠം ഏതാണ്? നമുക്ക് അതിൽ നിന്ന് ഒരു കവിയെ കുറിച്ച് പഠിക്കാം. കവിത പഠിക്കുന്നതിന് മുമ്പ് നമുക്കൊരു രൈദാസ് എന്ന് പറയുന്ന കവിയുടെ പദമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം അതിന് മുമ്പ് കവിയെ കുറിച്ച് ഇൻട്രഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് ഇന്ന് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പഠിച്ചു നോക്കാം. എന്താണ് പറയുന്നത് നോക്കാം. രൈദാസ് അദ്ദേഹത്തിന്റെ ജീവിതകാലം എപ്പോഴാണ് പഠിച്ചിട്ടുള്ളത്? രൈദാസ് എപ്പോഴാണ് പഠിച്ചിട്ടുള്ളത്? 1388 പിന്നെ 1580 അല്ലേ? ഇതാണ് അദ്ദേഹത്തിന്റെ ജീവിതകാലം. रैदास अल्ले रैदास नाम से विख्यात संत रविदास का जन्म. അപ്പോൾ രൈദാസ് എന്നറിയപ്പെടുന്ന ആ കവിയുടെ പേരെന്താന്നാ പറഞ്ഞിരിക്കുന്നത്? സന്ത് രവിദാസ് എന്ന പേരാണ് രൈദാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സന്ത് രവിദാസ് അതാണ് പിൽക്കാലത്ത് രൈദാസ് ആയിട്ട് മാറിയത്. സന്ത് രവിദാസ് കാ ജന്മ, അദ്ദേഹം ജനിച്ചത് എപ്പോഴാന്ന് പറഞ്ഞിട്ടുണ്ട്? സൺ ഏത് വർഷമാണ്? 1300 ഏതാണ്? 88 में और देहावसान അദ്ദേഹം എന്താണ്? 1388 1388 ദേഹാവസാൻ ഇത് മരിച്ച സമയം. എപ്പോഴാണ് മരിച്ചത്? 1518 അല്ലേ? 1518 में ബനാറസ് में ही हुआ. എവിടെയായിരുന്നു ജനിച്ചതും മരിച്ചതും? എവിടെയാ? ബനാറസിൽ തന്നെയാണ്. അദ്ദേഹം 1388 എന്താണ് 1388 ജനിക്കുകയും പിന്നെന്താണ് 1518 എപ്പോഴാ മരിക്കുകയും ചെയ്തു. എവിടെ വെച്ചായിരുന്നു? ബനാറസിൽ വെച്ചാണ്. इनकी ख्याति से प्रभावित होकर सिकंदर लोदी ने इन्हें दिल्ली आने का निमंत्रण भेजा था. അദ്ദേഹത്തിന്റെ ഖ്യാതി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഖ്യാതി പ്രശസ്തി, പ്രശസ്തി. ഖ്യാതി സെ പ്രഭാവിത ഹോക്കർ നല്ല എന്താണ്? ഫേമസ് ആയിട്ടുള്ള ഒരു കവിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പോപ്പുലാരിറ്റിയിൽ, ആ പ്രശസ്തിയിൽ ലോകം കേൾവി അതിൽ അറിഞ്ഞിട്ട് എന്താണ് അതിന്റെ കേൾവി കേട്ടിട്ട് സിക്കന്ദർ ലോദി അദ്ദേഹത്തെ ദില്ലിയിലേക്ക് ചെല്ലുവാൻ ക്ഷണിച്ചു. മധ്യയുഗീന്, ദില്ലി മീൻസ് ഏതാ? ഡൽഹി. മധ്യയുഗീന് സാധകോമേം രൈദാസ് കാ വിശിഷ്ട സ്ഥാൻ ഹേ. നമ്മൾ മധ്യയുഗീന കവികളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ആധുനിക കവികളുണ്ട്, പിന്നെ പ്രാചീന കവികളുണ്ട് അല്ലേ? ഹിന്ദിയിൽ നമുക്ക് അങ്ങനെ കവികളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ കുറേ ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. നമ്മൾ മലയാളത്തിൽ തന്നെ പ്രാചീന കവിത്രയങ്ങളും ആധുനിക കവിത്രയങ്ങളും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ പ്രാചീന കവികളിൽ അല്ലെങ്കിൽ ഇവിടെ അദ്ദേഹം രൈദാസ് ഏത് യുഗത്തിലാണ്? മധ്യയുഗത്തിലാണ് അല്ലേ? മിഡിൽ സമയത്താണ്. അപ്പോൾ ആ മധ്യയുഗീന കവിയോമേയും സാധകോമേയും രൈദാസ് കാ വിശിഷ്ട സ്ഥാൻ ഹേ. അദ്ദേഹത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥാനമുണ്ട്. രൈദാസിന് മധ്യയുഗത്തിലെ കവികളിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥാനമുണ്ട്. കബീറിനെ പോലെ രൈദാസ് സന്ത് കോടി കെ കവിയോ മേ ഗിനെ ജാത്തെ ഹേ. അതായത് കബീർദാസിനെയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടല്ലോ. കബീർദാസിന്റെ ദോഹകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കബീർദാസിന്റെ ഒരുപാട് ദോഹകൾ ചെറിയ ക്ലാസ്സിൽ 5ാം ക്ലാസ് മുതൽ കബീർദാസിന്റെ ദോഹകളൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ കബീർദാസിനെ പോലെ തന്നെ ആയിരുന്നു കബീർദാസ് കി തരം രൈദാസ് സന്ത് കോടിക്ക്. എന്താണ് സന്ത് മീൻസ് എന്താ? സന്യാസ ജീവിതം നയിക്കുന്ന അല്ലെങ്കിൽ ഈ ആത്മീയ ജീവിതം നയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ആളായിരുന്നു ഏത്? സന്ത് രവിദാസ്. സന്ത് രവിദാസ് എന്നാളുടെ പേരാണ് രൈദാസിന്റെ. और मूर्ति पूजा
जैसे दिखावों में रैदासों का जरा भी विश्वास न था. അതായത് മൂർത്തി പൂജ. ഇപ്പൊ നമ്മള് മൂർത്തി പൂജ സാധാരണ നമ്മൾ ചെയ്യുന്നത് എന്താണ്? മൂർത്തികളെ അമ്പലങ്ങളിൽ പോയിട്ട് മൂർത്തി പൂജയാണ് നടത്തുന്നത്. അതായത് നമ്മൾ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കും. അവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു കല്ല് അല്ലെങ്കിൽ ഒരു തടിയിൽ കൊത്തിയ വിഗ്രഹം അല്ലെങ്കിൽ ഒരു കല്ലിൽ കൊത്തിയ വിഗ്രഹം അതിനെ നമ്മൾ പൂജിക്കുന്നു അല്ലെ, ആരാധിക്കുന്നു. നമ്മൾ അതിനോട് നമ്മുടെ വിഷമങ്ങൾ പറയുന്നു. അതാണ് മൂർത്തി പൂജ. വിഗ്രഹാരാധന എന്താ പറയാ? വിഗ്രഹാരാധന. അതുപോലെ തീർത്ഥയാത്ര നമ്മൾ ചിലപ്പോൾ എന്താണ് നമ്മുടെ സാധാരണ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, നമ്മുടെ ഇന്ന കാര്യങ്ങൾ സാധിച്ചാൽ നമ്മൾ ഇന്ന സ്ഥലത്തേക്ക് വന്നേക്കാം, ദൂരെയുള്ള വല്ല അമ്പലങ്ങളിലോ പള്ളികളിലോ ഒക്കെ പോകാൻ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ. പക്ഷേ ഇതിലൊന്നും അവർക്ക് വിശ്വാസമില്ലായിരുന്നു. മൂർത്തി പൂജയിലും എന്താണ് തീർത്ഥയാത്രകളിലും ഒന്നും വിശ്വാസമില്ലാത്ത ആളായിരുന്നു ആര്? സന്ത് രവിദാസ് എന്ന രൈദാസ്. वह व्यक्ति की आंतरिक भावनाओं और आपसी भाईचारा को ही सच्चा धर्म मानते हैं. അതായത് നമ്മുടെ മനസ്സിലെ നന്മയും തിന്മയുമാണ് നമ്മളെ ഈശ്വര തുല്യനാക്കുന്നത് അല്ലെ. അതായത് എവിടെയാണ് നമ്മൾ ഈശ്വരനെ തേടി ഞാൻ നടന്നു, അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ. എവിടെയാണ്? നമ്മുടെ ഹൃദയത്തിൽ തന്നെയുള്ള ഈശ്വരനെ തേടി നടക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. ഈശ്വരൻ വസിക്കുന്നത് എവിടെയാണ്? നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ അപ്പോൾ നമ്മുടെ മനസ്സിലെ ഈശ്വരീയ സാന്നിധ്യം അല്ലെങ്കിൽ ഈശ്വരീയ സ്പർശം ഉള്ളത് കൊണ്ടാണ് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. നമ്മൾ ഒരാളോട് നല്ല വാക്ക് സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ പെരുമാറുമ്പോഴൊക്കെ നമുക്ക് ഈശ്വര എന്താണ് ചൈതന്യമുണ്ട്, ഈശ്വര കടാക്ഷമുണ്ടെന്ന് പറയും അല്ലേ. അപ്പൊ രൈദാസ് പറയുന്നത് അതുപോലെ തന്നെയാണ്. പരസ്പരമുള്ള സാഹോദര്യം. ഇപ്പൊ നമ്മുടെ സ്വന്തം സഹോദരൻ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടയൽവക്കത്തുള്ള ആള് ആഹാരം കഴിക്കാൻ ഒരു നിവൃത്തിയുമില്ല, ആഹാരം കഴിക്കാനേ അദ്ദേഹത്തിനില്ല, അല്ലെങ്കിൽ ദാരിദ്ര്യം പിടിച്ച് പട്ടിണി പിടിച്ച് കിടക്കുമ്പോൾ നമ്മൾ ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക കൊടുക്കാതെ നമ്മൾ ആ പൈസ കൊണ്ട് ഇപ്പോൾ വേളാങ്കണ്ണിയിലോ അല്ലെങ്കിൽ പഴനിയിലോ ശബരിമലയിലോ ഒക്കെ പോയിട്ട് അവിടെ ചെന്നിട്ട് ദൈവത്തെ വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാരണം എന്താ? യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് അല്ലേ, എന്താണ്? തന്നെ പോലെ തന്നെ അയൽക്കാരനെയും സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമുക്ക് എന്താണ് ഉള്ളത് കൊണ്ട് എല്ലാവർക്കും എന്താണ് 5 അപ്പം 5000 പേർക്ക് വീതിച്ച ആളാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഉള്ളത് കൊണ്ട് ഉള്ളവരെയും ഇല്ലാത്ത നമ്മൾ എന്ത് ചെയ്യണം? ഇല്ലാത്തവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യം, ഏറ്റവും ഗുണകരമായ കാര്യമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ രൈദാസിന്റെയും ഭാവന ആപ്പസി ഭായിച്ചാര, പരസ്പരമുള്ള സാഹോദര്യം, ഇതൊക്കെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമെന്ന് വിശ്വസിച്ചിരുന്ന ആളാണ് രൈദാസ്. रैदास ने अपनी काव्य रचनाओं में सरल व्यावहारिक ब्रजभाषा का प्रयोग किया है. അതായത് തൻ്റെ കാവ്യരചനകളിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഭാഷ സരളമായിരുന്നു, വ്യാവഹാരിക് ബ്രജഭാഷയായിരുന്നു. അതായത് ആ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന പരക്കെ ഉപയോഗിച്ചിരുന്ന ബ്രജഭാഷയാണ് രൈദാസ് തൻ്റെ കവിതകളിൽ പ്രയോഗിച്ചിരുന്നത്. ജിസ്മേ അവധി, राजस्थानी, खड़ी बोली और उर्दू फारसी के शब्दों का भी मिश्रण है. അപ്പോൾ രൈദാസിന്റെ കാവ്യരചനകൾ സരളമായിരുന്നു എന്ന് പറഞ്ഞു. എളുപ്പം, സിമ്പിളാണ്, എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതിനകത്ത് ഈ ഭാഷകളിലെ മറ്റു ഭാഷകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അവധി, രാജസ്ഥാനി, ഖടി ബോലി, ഉർദു ഫാർസി, ഉർദുവിലെയും ഫാർസിലെയും രാജസ്ഥാനിയിലെ ഖടി ബോലിയിലെ അവധിയിലെ ഈ ഭാഷകളിലേക്ക് ചില വേർഡ്സ് നമ്മൾ ഹിന്ദിയിൽ ഇന്നലെ നമ്മൾ എന്താണ് കഴിഞ്ഞ വർഷമൊക്കെ ബസ് കി യാത്ര പഠിച്ചപ്പോൾ ബസ് ഫസ്റ്റ് ക്ലാസ് ഹേ, ഈ ഫസ്റ്റ് എന്ന വാക്ക് നമ്മൾ ഇംഗ്ലീഷിലെ വാക്കാണ് അല്ലേ. ക്ലാസ്, ഫസ്റ്റ് ക്ലാസ് രണ്ടും ഇംഗ്ലീഷ്, പക്ഷെ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതേപോലെ രൈദാസ് കവിതകളിൽ എന്താണ് ഈ അവധിയിലെയും രാജസ്ഥാനിയിലെയും ഉർദു ഫാർസിയിലെയും ഒക്കെ വേർഡ്സ് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ്. रैदास की उपमा और रूपक अलंकार विशेषण प्रिय रहे हैं. അദ്ദേഹത്തിന് എന്താണ് ഉപമയും രൂപക അലങ്കാരവും ഒക്കെ വിശേഷപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ കവിതകളിലൊക്കെ ഉപമയും എന്താണ് രൂപക അലങ്കാരവും അദ്ദേഹം പ്രയോഗിച്ചിട്ടുണ്ട്. सीधे सादे पदों में संत कवि ने हृदय की भाव बड़ी सफाई से प्रकट किया है. എല്ലാ കവിതകളിലും തൻ്റെ എന്താണ് സീധേ സാദേ പദോമേം ഏകദേശം എല്ലാ കവിതകളിലും എന്താണ് ഹൃദയക്കെ ഭാവ്, നമ്മുടെ മനസ്സിന്റെ ഭാവങ്ങൾ, മനുഷ്യന്റെ മനസ്സിന്റെ ഭാവങ്ങൾ വളരെ മാർമികമായിട്ട്, വളരെ ഹൃദയസ്പർശിയായിട്ട്, വളരെ വൃത്തിയായിട്ട് അദ്ദേഹം കവിതകളിൽ പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുക. इनका आत्मनिवेदन, दैन्य भाव
और सहज भक्ति पाठ के हृदय को उद्वेलित करते हैं। रैदास के 40 पद सिखों के पवित्र धर्म ग्रंथ ഗുരു ഗ്രന്ഥ സാഹിബ് में भी सम्मिलित है। രൈദാസിന്റെ ഏകദേശം 40ഓളം പദങ്ങള് സിഖുകാരുടെ പവിത്ര ഗ്രന്ഥമായ ഗുരു ഗ്രന്ഥ സാഹിബില്, സിഖുകാരുടെ പവിത്ര ഗ്രന്ഥത്തിന്റെ പേരെന്താണ്? ഗുരു ഗ്രന്ഥ സാഹിബ്. അവരുടെ ഹോളി ബുക്കാണ് ഗുരു ഗ്രന്ഥ സാഹിബ്. സിഖുകാരുടെ ഹോളി ബുക്ക് ഏതാണ്? ഗുരു ഗ്രന്ഥ സാഹിബ്. അതില് അദ്ദേഹത്തിന്റെ 40ഓളം പദങ്ങള് ഉപയോഗിച്ചിട്ടുണ്ട്. യഹാ രൈദാസ് കെ 2 പദ് ദിയേ ഗയേ ഹൈ. നമുക്ക് പഠിക്കാനായിട്ട് രൈദാസിന്റെ 2 പദങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, 2 പദങ്ങളുണ്ട് കൊടുത്തിരിക്കുന്നത്. പഹലെ പദ്, ഒന്നാമത്തെ പദം എന്ന് പറയുന്നത് പ്രഭുജി തും ചന്ദൻ ഹം പാനി മേ കവി അപ്നെ ആരാധ്യ കോ യാദ് കർത്തെ ഹുയെ ഉൻസെ അപ്നി തുലന കർത്തെ ഹൈ. അതായത് ആദ്യത്തെ പദം ഏതാണ്? പ്രഭുജി തും ചന്ദൻ ഹം പാനി, എന്താണ്? അങ്ങ് ചന്ദനവും ഞങ്ങൾ വെള്ളവുമാകുന്നു എന്ന ആ പദത്തിലൂടെ അദ്ദേഹം എന്താണ്? തൻ്റെ ആരാധ്യനെ ഓർമ്മിച്ചുകൊണ്ട് താനുമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുമായി കമ്പയർ ചെയ്തിരിക്കുകയാണ്. ഒരു കമ്പാരിസൺ ആണ്. ഉസ്കാ പ്രഭു ബാഹർ കഹി കിസി മന്ദിർ യാ മസ്ജിദ് മേ നഹി. അദ്ദേഹത്തിന്റെ പ്രഭു, നേരത്തെ പറഞ്ഞു മൂർത്തി പൂജ ഇഷ്ടപ്പെടാത്ത ആളാണ്, മൂർത്തി പൂജയെ എതിർക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രഭു എങ്ങനെയുള്ളതാണ്? അമ്പലങ്ങളിലോ പള്ളിയിലോ വസിക്കുന്ന ആളല്ല. വിരാജത വരൻ ഉസ്കെ അപ്നെ അന്തസ് മേ സദാ വിദ്യമാൻ रहता है. यही नहीं वह हर काल में उसमें श्रेष्ठ और सर्वगुण संपन्न है. അത് മാത്രമല്ല, എല്ലാ കാലത്തിലും ഏതവസ്ഥയിലും സർവഗുണ സമ്പന്നനാണ് അദ്ദേഹത്തിന്റെ ആരാധ്യ പുരുഷൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇസ്ലിയെ തോ കവി കോ ഉൻ ജൈസ ബൻനെ കി പ്രേരണ മിൽത്തി. അതുപോലെ ആയിത്തീരാൻ, സർവരാലും ആരാധിക്കപ്പെടുന്നവനായി തീരുവാനാണ് കവിയുടെയും ആഗ്രഹം, രൈദാസിന്റെ ആഗ്രഹം എന്നാണ് പറഞ്ഞത്. ദൂസരേ പദ്മേ, രണ്ടാമത്തെ പദത്തിൽ എന്താണ്? ഭഗവാൻ की अपार उदारता कृपा और उनके സമദർശി സ്വഭാവ का वर्णन है. അതായത് ഈശ്വരന്റെ അപാരമായ ഉദാരത, നമ്മളോട് കാണിക്കുന്ന ദയാഭാവം, കൃപ എന്താണ്? സ്നേഹം, ദയ, സമദർശി സ്വഭാവം. ഈശ്വരന്റെ മുന്നിൽ പണക്കാരനൊന്നോ പാവപ്പെട്ടവനൊന്നുമില്ല. നമ്മൾ സാധാരണ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പോയാൽ വെർച്വൽ ക്യൂ ഉണ്ട്. ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് പൈസ കൊടുത്ത് പേയ്മെന്റ് നടത്തിയിട്ട് നമ്മൾ ബുക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട്. പലയിടത്തും പല രീതിയിലാണ്. പക്ഷെ ഈശ്വരന് നമ്മൾ ഇവിടെ ഇരുന്ന് വിളിച്ചാലും അവിടെ ചെന്ന് വിളിച്ചാലും എല്ലാം ദൈവത്തിന് ഒരേപോലെയാണ്. മനസ്സിൽ അചഞ്ചലമായ വിശ്വാസത്തോടുകൂടി ദൈവത്തിനെ അർപ്പിച്ചുകൊണ്ട് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം ദൈവം കേൾക്കുമെന്നാണ് വിശ്വാസം. रैदास कहते हैं कि रैदास പറയാണ്, भगवान ने तथाकथित निम्न कुल के भक्तों को भी सहज भाव से अपनाया है और उन्हें लोग में सम्माननीय स्थान दिया है. അതായത് ഭഗവാൻ എല്ലാവരെയും ഒരേ ദൃഷ്ടിയോടാണ് കാണുന്നതെന്നാണ് രൈദാസ് പറയുന്നത്. രൈദാസ് പറയാണ്, എല്ലാ ജീവജാലങ്ങളോടും ദൈവത്തിന് സമഭാവനയാണ്, സമദൃഷ്ടിയാണ്. എല്ലാവരെയും ഈശ്വരൻ ഒരേ ദൃഷ്ടിയിലാണ് കാണുന്നതെന്നാണ് രൈദാസ് നമ്മളോട് ഈ കവിതയിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് രൈദാസിനെ കുറിച്ച് നമുക്ക് ഈ കവിതയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ രൈദാസ് അദ്ദേഹത്തിന്റെ 2 പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. പദങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, നിങ്ങൾ ഇന്ന് ഈ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. രൈദാസിനെ കുറിച്ചിട്ടുള്ള പാരഗ്രാഫ് നന്നായിട്ട് വായിക്കുക. ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.